പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ നല്ലിടയൻ്റെ ഉപമ പറയുന്ന ഭാഗമാണിത്. ഞാനാണ് നല്ലിടയൻ എന്ന് ഈശോ പറയുന്ന ഭാഗമാണിത്. ഈശോ തൻ്റെ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുന്ന ഉപമ കൂടിയാണിത്. നേതൃസങ്കല്പങ്ങളെക്കുറിച്ച് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഉപമയാണിത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രൂപകം, ഉപമ നേതാവിനെക്കുറിച്ച് നമുക്ക് ഇല്ല, ലോകത്തിന് ലഭിച്ചിട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠമായ സങ്കല്പമാണ് ഇടയൻ എന്ന സങ്കല്പം. ഈശോ പതിവ് പോലെ യഹൂദജനത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ നിന്നാണ് ഈ ഉപമയും എടുക്കുന്നത്. യഹൂദജനം ആട് മേയ്ക്കുന്നവരും ആടുകളെ വളർത്തുന്നവരും ഒക്കെയായിരുന്നു. അവരുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ഈ ആട് വളർത്തൽ. ആ ഒരു സാധാരണ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഈശോ ഉപമയെടുത്തിട്ട് അത് നേതൃസങ്കല്പത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആടുകളെ പരിപാലിക്കുന്ന, കരുതുന്ന ഇടയനെ പോലെ ആകണം നേതാവ് എന്ന് ഈശോ ലോകത്തെ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള രൂപകങ്ങൾ, സാദൃശ്യങ്ങൾ ഈശോ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കൂലിക്കാരനാണ്, മറ്റൊന്ന് ചെന്നായ്ക്കൾ, കള്ളന്മാർ, ഇതെല്ലാം ഉണ്ട്. വാതില്, ഇതെല്ലാം ഉണ്ട്. യഹൂദ ജനതയുടെ ജീവിതചര്യയിൽ ആടുമേയ്ക്കലിൻ്റെ ഭാഗമായിട്ട് ആടുകളെ പാർപ്പിക്കാൻ വേണ്ടി കുന്നിൻ ചെരുവുകളിലൊക്കെ ആടുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. അത് വിശാലമായ രീതിയിൽ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ കൂടായിരുന്നു, ആട്ടിൻകൂട്. അതിൽ പല വാതിലുകളുണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ള ഒരു വാതിലുണ്ട്. ആ വാതിലിലൂടെയാണ് ആടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അല്പം ഉയരത്തിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കൂട്, അതിന് വാതിലുമുണ്ട്. അപ്പോൾ ഈ കൂടിൻ്റെ അകത്ത് പല ഉടമസ്ഥരുടെ ആട്ടിൻപറ്റങ്ങൾ താമസിച്ചിരുന്നു. 2-3 ഉടമസ്ഥരുടെ ആട്ടിൻപറ്റങ്ങൾ അതിൽ താമസിച്ചിരുന്നു. ഈ ആടുകൾ രാവിലെ പുറത്തേക്കിറങ്ങുമ്പോൾ ഈ ആടുകളുടെ ഇടയന്മാർ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദത്തിൽ നിന്ന് ഇടയനെ തിരിച്ചറിഞ്ഞിട്ടാണ് ആടുകൾ അവരുടെ കൂടത്തിൽ പോകുന്നത്. അതാണ് ഈശോ പറയുന്നത്, ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം. അപ്പോൾ സ്വരം മനസ്സിലാക്കുന്ന ഇടയൻ്റെ സ്വരം മനസ്സിലാക്കുന്ന ആടുകൾ, ആടുകളെ മനസ്സിലാക്കുന്ന ഇടയൻ. ഇവിടെയാണ് കള്ളന്മാരെ കുറിച്ച് ഈശോ പറയുന്നത്. അവിടെ ആത്മാർത്ഥതയില്ലാത്ത കൂലിക്കാരെ കുറിച്ച് പറയുന്നത്. അവിടെ ചില ആടുകളുടെ ഉടമസ്ഥന്മാർ കൂലിക്കാരെ ആടിനെ നോക്കാനായിട്ട് നിയോഗിച്ചിരുന്നു. അവര് അക്രമികൾ വരുമ്പോൾ, ചെന്നായ്ക്കൾ വരുമ്പോൾ, അവർക്ക് ആടുകളെക്കുറിച്ച് ആത്മാർത്ഥതയില്ലാതിരുന്നാൽ, അവരുടെ സ്വന്തമായിട്ട് അവർ കരുതാതിരുന്നതിനാൽ ഓടിപ്പോകുമായിരുന്നു. തങ്ങളുടെ ജീവൻ അവർ രക്ഷിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ ഈശോ പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അക്രമകാരികൾ വരുമ്പോൾ, ചെന്നായ്ക്കൾ വരുമ്പോൾ, ആടുകളെ ഉപദ്രവിക്കാനുള്ള ഉപദ്രവിക്കുന്നവർ വരുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല ഞാൻ, മറിച്ച് ആടുകളെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, ഇടയനെ തൊടാതെ ആർക്കും ആടുകളെ സമീപിക്കാനാകില്ല. അതുകൊണ്ട് ഈശോ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് പറഞ്ഞാൽ, ഈ വാതിലിൽ ഇടയൻ കിടക്കുകയാണ്. ചെന്നായ്ക്ക് കയറണമെങ്കിൽ ഇടയൻ്റെ പുറത്ത് ചവിട്ടി, ദേഹത്ത് ചവിട്ടി കിടക്കണം. അപ്പോൾ അത്രമാത്രം ആടുകളെക്കുറിച്ച് കരുതലുള്ള ആൾ. അപ്പോൾ നേതൃസങ്കല്പങ്ങളെ മുഴുവൻ മിശിഹാ തമ്പുരാൻ തകിടം മറിക്കുകയാണ്. ഇവിടെ നമുക്ക് ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ എസെക്കിയേലിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ ആടുകളെ മേയ്ക്കും. അതിൻ്റെ പൂർണ്ണത കൂടിയാണ് ഇവിടെ കാണുന്നത്. ദൈവം തമ്പുരാൻ യഹോവ പറഞ്ഞു, ഞാൻ തന്നെ ആടുകളെ മേയ്ക്കും. യഹോവ തന്നെ വന്നിരിക്കുന്നു.
നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ട്, സമാപന ആശീർവാദത്തിൽ പറയുന്നുണ്ടല്ലോ, ആ, ദൈവം ദൈവം നമ്മെ നയിച്ചല്ലോ, ദൈവം നയിച്ച ജനത എന്നുള്ള ഒരു ആശീർവാദ പ്രാർത്ഥനയും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് വരെയുള്ള നേതൃസങ്കല്പം വേറെ രീതിയിലായിരുന്നു. ആടുകള്, അജഗണങ്ങള് അല്ലെങ്കിൽ പ്രജകൾ രാജാവിനെ രക്ഷിക്കാനുള്ളവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ യുദ്ധങ്ങളിലൊക്കെ കാണുന്ന ഒരു ഓർഡറുണ്ട്. അതിൻ്റെ മുമ്പിൽ കാലാൾപ്പട, പിന്നീട് അശ്വം പട, പിന്നെ അതിനുശേഷം ആനകൾ, ഏറ്റവും അവസാനമാണ് രാജാവിൻ്റെ സ്ഥാനം. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ എല്ലാവരും വീണ് കഴിഞ്ഞാൽ മാത്രമേ രാജാവിനെ തൊടാനാവൂ. രാജാവിനെ ഇവരെല്ലാം കൂടെ സംരക്ഷിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈശോ ആ നേതൃസങ്കല്പത്തെ നേരെ തകിടം മറിച്ച് കളഞ്ഞു. ഇടയൻ ഇപ്പോൾ മുമ്പിലാണ്, ഇടയൻ്റെ പുറകിലാണ് ആടുകൾ. അതുകൊണ്ട് ആദ്യം ദ്രോഹമേൽക്കുന്നത്, മുറിവേൽക്കുന്നത് ഇടയനാണ്. ലോകത്തിൻ്റെ മുഴുവൻ നേതൃസങ്കല്പങ്ങളെ ഈശോ തകിടം മറിച്ച് കളയാണ്. ഈശോ അവതരിപ്പിക്കുന്ന നേതൃസങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ 3-4 പ്രത്യേകതകളുണ്ട്. ഏറ്റവും ഒന്നാമത്തത് അനുയായികളെ സ്നേഹിതർ എന്ന് വിളിക്കുന്ന ആ നേതൃസങ്കല്പമാണ്. ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. യു ആർ മൈ ഫ്രണ്ട്സ്. എല്ലാവരെയും സ്നേഹിതന്മാരായി ചേർത്തു നിൽക്കുന്ന അപാരമായ ആ നേതൃത്വം. ആടിനെ ദേഹത്തോടെടുത്ത് നെഞ്ചിനോട് ചേർത്ത് നിർത്തുന്ന നേതൃസങ്കല്പം. രണ്ടാമത്തത് ശുശ്രൂഷയുടെ നേതൃസങ്കല്പമാണ്. കാല് കഴുകുന്ന നേതൃസങ്കല്പം. ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് പറയുന്നു, ഞാൻ കാണിച്ച ഈ മാതൃക നിങ്ങൾ പിൻചെല്ലുവിൻ, അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയട്ടെ. മൂന്നാമത്തത് അപാരമായ, ലോകം ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള, ഇതൊന്നും ലോകം അന്നുവരെ കേൾക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പലരും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരു ഈശോയാണ്. കാരണം മറ്റാരും ശിഷ്യരുടെ പാദം കഴുകിയിട്ടില്ല. മൂന്നാമത്തെ പ്രധാന കാര്യം ഇതാണ്, ഇല്ലാത്തവരുടെ, ദരിദ്രരോടൊപ്പം തന്നെ താതാത്മ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. ഈശോ ദൈവം തമ്പുരാൻ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അനുയായികളുമായിട്ട് പൂർണ്ണമായി താതാത്മ്യം പ്രാപിക്കുന്ന നേതൃസങ്കല്പം. ഏറ്റവും പരമമായി നാലാമത്തത് ജീവൻ അർപ്പിക്കുന്നു, അനുയായികൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നേതൃസങ്കല്പം. അതാണ് ഈ നല്ലിടയൻ്റെ ഉപമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തെ നായക സങ്കല്പങ്ങൾ, നേതൃസങ്കല്പങ്ങളെല്ലാം അങ്ങനെ മാറ്റിമറിക്കപ്പെടുകയാണ്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെല്ലാം ഈ ഉപമയിൽ നിന്നാണ് പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നത് എന്നതും നമ്മൾ മറക്കരുത്. ഞാൻ ഓർക്കുന്നത്, ക്രൈസ്തവീയത ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ സങ്കല്പമാണല്ലോ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ത്യാഗം ചെയ്യുന്ന സങ്കല്പം. സ്വയം ത്യാഗം ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കുക. അത് ഇല്ലാത്തവനെയും വല്ലാത്തവനെയും, ഏറ്റവും ചെറിയവർക്ക് വേണ്ടി പോലും. ആ കാലം വരെ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നത്, കുറച്ചു കാലം മുമ്പ് എൻ്റെ ബാച്ചിൽപ്പെട്ട ഒരു അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. വലിയ ദുഃഖം വന്ന അവസരമാണ്. എൻ്റെ സുഹൃത്തായിട്ട്, ചെറുപ്പകാലം മുതൽ സുഹൃത്തായിരുന്ന ഒരു വൈദികനാണ്. പാറേപ്പള്ളി എന്ന് പറയുന്ന കോട്ടയത്തിൻ്റെ അടുത്ത്, കാണക്കാരിക്കടുത്തുള്ള ആ പള്ളിയിൽ ഞാൻ ആ സെമിത്തേരിയിൽ പോയി ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു കല്ലറ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. കല്ലറ അല്പം വ്യത്യാസപ്പെടുത്തി പണിയിരിക്കുന്നു. ആ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നു കേരള ശ്രീമാൻ. അതൊരു പദവിയാണ്. അത് താഴെ ഇതാണ് PK വിനീത. എനിക്ക് പെട്ടെന്ന് ആ സംഭവം ഓർമ്മ വന്നു. എനിക്ക് മനസ്സ് ഏങ്ങലടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒന്നാമത് ഈ ദുഃഖ സാഹചര്യത്തിൽ ബാച്ചുകാരനായ സ്നേഹിതനായ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനോടുകൂടെ ഇങ്ങനെയൊരു ദൃശ്യം കൂടെ കണ്ടപ്പോൾ വലിയ സങ്കടവും. ഞാൻ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. PK വിനീത 2011
കൽക്കട്ടയിലെ അമ്രി ഹോസ്പിറ്റലിൽ വലിയ തീപിടുത്തം ഉണ്ടായപ്പോൾ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന 9 പേരെ, കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ പുകച്ചുരുളുകൾക്കിടയിൽ ജീവൻ സമർപ്പിച്ച നേഴ്സാണ് പി.കെ. ശ്രീമതി. തന്നെ മറന്ന് രക്ഷപ്പെടാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. പുകച്ചുരുളുകൾ ഉയരുന്നു, രക്ഷപ്പെടാൻ എല്ലാ സാഹചര്യവും. അകത്തെ നിലവിളി കേട്ടിട്ട് പല പ്രാവശ്യം 9 പേരെ അവൾ രക്ഷപ്പെടുത്തി. കൂടത്തിൽ രമ്യ എന്ന് പറയുന്ന ഒരു നേഴ്സും കൂടെ. ഇവർ 2 പേരും അവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നത് തട്ടേക്കാട് ബോട്ടപകടമാണ്. അവിടെ ലിസി ടീച്ചർ എന്ന് പറയുന്നൊരു ടീച്ചർ, ആ ടീച്ചറിനൊരു പലകയിൽ പിടുത്തം കിട്ടി. ബോട്ട് മുങ്ങി ആ കായലിൽ വെച്ച്, ആ നദിയിൽ വെച്ച്. പക്ഷേ 2-3 കുഞ്ഞുങ്ങൾ മുങ്ങിപ്പോകുന്നുവെന്ന് കണ്ടിട്ട് ആ ടീച്ചർ ആ പലക തള്ളി വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തീരത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആ ടീച്ചർ ആ പലക കൈവിട്ടുപോയി. താൻ ഒരുപക്ഷെ ഇവിടെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് പോലും ആ കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി ജീവൻ അർപ്പിച്ച ആ കായലിൻ്റെ ആഴത്തിലേക്ക് താന്നുപോയ ലിസി ടീച്ചർ. എത്രയോ സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ജീവൻ അർപ്പിക്കുന്ന നേതൃത്വം, അത് ക്രൈസ്തവ സഭ, അത് ഈശോ ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സന്ദേശമാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. കുറച്ചു നേരം എന്നെ ഒന്ന് കേൾക്കാവോ എന്ന് ചോദിച്ച് എത്രയോ പേര് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. നമ്മൾ ജീവൻ അർപ്പിച്ചില്ലെങ്കിലും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എൻ്റെ കാര്യത്തിലൊന്ന് ഇടപെടാവോ? എത്രയോ സാധാരണക്കാർ, ഈ കുടുംബ പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ കടബാധ്യതയിൽപ്പെടുന്നവർ, അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തടയുകയാണ് മറ്റുള്ളവരെ കൂടി? അതിൻ്റെ അകത്തൊന്നും ഇടപെടണ്ട. അതിൻ്റെ അകത്തൊക്കെ ഇടപെട്ട വലിയ പുലിവാലാണ്, ഇടപെടാൻ പോകണ്ട, വെറുതെ ചീത്ത കേൾക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ തടയുകയാണോ? അതോ നമ്മളെ തന്നെ മറന്നിട്ട്, നമ്മുടെ സ്വാർത്ഥതകളെ മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുണ്ടെങ്കിൽ നമ്മുടെ എത്രയെല്ലാം കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, ക്രൈസ്തവ സഭയിൽ എത്രയെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മുടെ എത്രയെല്ലാം സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ആ ഒരു ചിന്ത നമുക്ക് വരണം. രണ്ടാമതായിട്ട് ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം, ഇടയൻ ആടുകൾ എന്നുള്ള ബന്ധം ഏറ്റവും സൗഹാർദ്ദപരമായിട്ട്, ആഴത്തിൽ വികാരപരമായിട്ടുണ്ടായിരുന്നത് ക്രൈസ്തവ സഭയിലാണ്. അത് പുരോഹിതന്മാരും അജഗണങ്ങളും തമ്മിലുള്ള ആ ബന്ധം. ഇന്ന് ഓർക്കുക, ആ ബന്ധം അകറ്റാനുള്ള ശ്രമങ്ങളാണ്. ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടൻ പൗരോഹിത്യത്തെ ആക്രമിച്ച് വിശ്വാസികളെ അകറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് നമ്മൾ കാണുകയാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയനും ആടുകളും തമ്മിലുള്ള, അതുകൊണ്ട് ഇടയനെ അടിച്ച് ആടുകളെ ചിതറിക്കുക എന്ന തന്ത്രം എല്ലായിടത്തും, അതിനെ രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിന് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മൾ കോതമംഗലത്തെ ബിഷപ്പിനെതിരെ, പുന്നക്കോട്ടി പിതാവിനെതിരെ കേസെടുത്തത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ രാജപാതയിലൂടെ അത് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിലനിന്ന് ആടുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഇടയന്മാരെ ദുർബലരാക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Subscribe now and press the bell icon. Never miss an update.